Hi friends, Jerry Vlogilekku വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പറയുമ്പോൾ മലേഷ്യയിലെ ഒരു ലോണ്ടറിയാണ്. മലേഷ്യയിലെ ഒരു ലോണ്ടറിയെ കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കപ്പോൾ ഈ ലോണ്ടറിയുടെ വിശേഷങ്ങളൊന്നും നമുക്കൊന്ന് കാണാം. ഓക്കെ, ഈ ലോണ്ടറി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാടുണ്ട്. അതായത് ഈ മലേഷ്യയിൽ ഒരുപാട് അടുത്തുണ്ട്. ഈ ലൈനിൽ തന്നെ ഒരു 3-4 ലോണ്ടറി ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആരെയും സഹായമില്ല. നമ്മളെ തുണി കൊണ്ടുവന്ന് നമുക്ക് സ്വന്തമായിട്ട് ഇതിനെ കഴുകി എടുത്തുകൊണ്ട് പോകാം. അതിന് വേണ്ടിയായിട്ടുള്ളത് ഒരുപാടുണ്ട് ഇവിടെ മലേഷ്യയിൽ, ഒരുപാടുണ്ട് ഈ ലോണ്ടറി. അടിപൊളി ഫെസിലിറ്റി ഒക്കെയാണ്, അടിപൊളിയാണ് സംഭവം. ഇതാണ് സംഭവം, നല്ല ഫെസിലിറ്റിയാണ്. അതായത് നമ്മൾ തുണി കൊണ്ടുവന്ന് ആരെയും സഹായമില്ലാതെ നമ്മൾ എന്നെ കഴുകി എടുത്തുകൊണ്ട് പോവാം. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ ഈ കാണുന്ന മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ദാഹിച്ച് നമുക്ക് വെള്ളം എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെഷീനിൽ നിന്ന് നമുക്കെടുത്ത് കുടിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ അതിൽ കാശിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ എടുത്ത് കുടിക്കാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് എല്ലാം വന്നിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 1.50, 1.90 അങ്ങനെയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാശ് വന്നിട്ട് തന്നെ ഇതിൽ ഇൻസർട്ട് ചെയ്യണം. ഇതിൽ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിൻ്റെ താഴെയായിട്ട് ഈ കാണുന്ന ഇതിൽ ഡ്രിങ്ക്സ് വന്ന് വീഴും, നമുക്കെടുത്ത് കുടിക്കാവുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ലോണ്ടറി, അതായത് ലോണ്ടറിയിൽ നമ്മൾ സോപ്പും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇത് ഈ മെഷീനിൽ നിന്ന് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കാശിട്ട് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഇതിൽ കാശിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഈ മെഷീൻ്റെ, അതായത് ഈ ലോണ്ടറിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു കോയിൻ വരും. ആ കോയിന് ഒരു സിൽവർ കോയിനാണ്. ആ കോയിന് നമുക്ക് എടുത്തു വേണം അതിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പം അതിനാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കാർഡ്, നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു കാർഡ്, നമുക്ക് ഇത് കാർഡ് കിട്ടും. കാർഡ് എടുക്കാം. കാർഡ് എടുത്ത് നമ്മളത് ടോപ്പ് അപ്പ് ചെയ്ത് ആ കാർഡ് എടുത്ത് നമുക്കതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു മെഷീനാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ വന്ന് ഇരിക്കാൻ മസാജിങ് ചെയറാണ്. അതായത് നമ്മളിവിടെ വന്ന് ഒരുപാട് നേരം ഇരിക്കേണ്ടി വരും. ഒരു മണിക്കൂറൊക്കെ ഇരിക്കണം ഇത് തുണി കഴുകി കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി അവരൊരു മസാജിങ് ചെയറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഒരു റിംഗിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് മസാജിങ് ചെയ്യും. പിന്നെ ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ഈ ലോണ്ടറിയുടെ സ്ഥാപകനാണ് ഈ കാണുന്ന. ഈ ലോണ്ടറിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം ഈ ഇതിലുണ്ട്, അത് കാണാവുന്നതാണ്. ഈ ലോണ്ടറിയുടെ സ്ഥാപകൻ ഇതാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഇതാണ്. പിന്നെ ഇതാണ് മിഷ്യൻ. ഇതെന്ന് പറയുമ്പോൾ 9 കിലോഗ്രാം തുണി ഈ മിഷ്യനിൽ നമുക്ക് 9 കിലോഗ്രാം തുണി ഈ മെഷീനിൽ നമുക്കിടാം. അതുപോലെ ഈ മെഷീനിലെന്ന് പറയുമ്പോൾ 14 കിലോഗ്രാം. അതുപോലെ ഇങ്ങനെ ഓരോ മെഷീനിൽ ഓരോരോ കിലോഗ്രാം ഉണ്ട്, അതിൻ്റെതായ കിലോഗ്രാം വച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ 25 കിലോഗ്രാം. ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് 25 കിലോഗ്രാം തുണി ഇടാവുന്നതാണ്. പിന്നെ ഈ മുകളിൽ കാണുന്ന, ഞാൻ ഇപ്പോൾ തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ തുണിയാണ് ഈ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഡ്രയർ എന്ന് പറയുമ്പോൾ നമുക്ക് തുണി ഉണക്കിയെടുക്കാൻ വേണ്ടിയായിട്ടുള്ളത്. ഇത് തുണി ഉണക്കി രണ്ടിനും അരമണിക്കൂറാണ്. ഇത് കഴുകിയെടുക്കാൻ വേണ്ടി, ഈ മെഷീനിൽ കഴുകിയെടുക്കാൻ വേണ്ടി അരമണിക്കൂറാവും. അതുപോലെ തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടി അരമണിക്കൂറാണ്. ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹൈ ചൂട്, വാം, മീഡിയം, ഹോട്ട്. അപ്പോൾ ഇതിലേത് ലെവലിലെ ചൂട് വേണമെന്നുള്ളത് നമുക്ക്. ഇതിനെന്ന് പറയുമ്പോൾ 5 റിംഗിറ്റ് 50 കാശാണ്. അത് ഇവിടെയാണ് കാശിടുന്നത്. ഇതിൽ കാശിടും. ഇത് തുണി കഴിയുന്നതാണ്. ഇതിൽ നമ്മൾ കാശിടും. ഇതിൽ കാശിടുമ്പോൾ ഇതിലിങ്ങനെ കാണിക്കും ചൂടുവെള്ളം വേണോ, തണുത്ത വെള്ളം വേണോ, അങ്ങനത്തെ സംഭവം കാണിക്കും. അതായത് ഇതിന് 5 റിംഗിറ്റ് 50 കാശ്. ഇതിന് വന്നിട്ട് 5 റിംഗിറ്റാണ്. ഇതാ ഇവിടെ ഉണ്ട്, കാണുന്നില്ലേ, 5 റിംഗിറ്റ്. ഇതിന് 5 റിംഗിറ്റാണ്. ഇതിന് ഈ 14 കിലോ അങ്ങോട്ടൊക്കെ ഇനി കുറയും പൈസ. ഇതിനെന്ന് പറയുമ്പോൾ 9 റിംഗിറ്റാണ്. ഇതെന്ന് പറയുമ്പോൾ 25 കിലോയാണ്. പിന്നെ ഞാൻ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ കാർഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് തണുത്ത വെള്ളം വേണോ, ചൂടുവെള്ളം വേണോ, ഹോട്ട്, നല്ല ചൂടുവെള്ളം വേണോ എന്നുള്ളത് നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ അത് വരും. ഇതേപോലെ ലൈറ്റ് കത്തും. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോണ്ടറിയുടെ സെറ്റപ്പ്. പിന്നെ ലോണ്ടറിയെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ എല്ലാം എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും.
ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഈസി ഫോർ മീ, ക്ലീൻ ആൻഡ് പ്രോ എക്സ്പ്രസ്. ഇവിടെ എല്ലാം എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. കാണുന്നില്ലേ? അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോണ്ടറി. ഇതുപോലെ ഒരുപാട് ലോണ്ടറി ഉണ്ട് ഇവിടെ. ഇതുപോലെ തന്നെ ലോണ്ടറീസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. നമ്മൾ തുണികളൊക്കെ കഴുകി ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടെ തന്നെ ഇതിൻ്റെ സെറ്റപ്പുകൾ ഇങ്ങനെ കാര്യങ്ങളുണ്ട് തുണി കഴുകാൻ വേണ്ടി. പിന്നെ അല്ലാതെ തന്നെ ഡ്രൈ ക്ലീനിങ് സ്വന്തം അല്ലാതെ ഈ ആളുകൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.